അഡ്വക്കേറ്റ് ജയസൂര്യൻ, കേരളത്തിൽ രാഷ്ട്രീയ നേതാക്കൾക്ക് എതിരെയുള്ള ലൈംഗിക ആരോപണങ്ങൾ പുതുമയുള്ളതല്ല. കോൺഗ്രസിലെയും CPM-ലെയും നേതാക്കൾ പ്രതിസ്ഥാനത്ത് വന്നിട്ടുണ്ട്, നമുക്കറിയാവുന്നതാണത്. CBI പോലും FIR രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. രാഹുലിൻ്റെ പേര് പറയാതെയാണ് യുവനടി ആരോപണം ഉന്നയിച്ചിരിക്കുന്നത്. രാഹുൽ മറ്റൊരു യുവതിയെ ഗർഭഛിദ്രത്തിന് പ്രേരിപ്പിക്കുന്ന ശബ്ദശകലവും വാട്സാപ്പ് ടെലഗ്രാം സന്ദേശങ്ങളും പുറത്ത് വന്നിട്ടുണ്ട്. തൻ്റെ പേരിൽ ആരെങ്കിലും പരാതി നൽകിയിട്ടുണ്ടോ എന്നാണ് രാഹുലിൻ്റെ ചോദ്യം. പരാതി പറയാത്തിടത്തോളം കാലം രാഹുൽ സുരക്ഷിതനല്ലേ അഡ്വക്കേറ്റ് ജയസൂര്യൻ? കേരളത്തിലെ രാഷ്ട്രീയ ചരിത്രത്തിൽ നാളിതുവരെ ഉയർന്നു വന്നിട്ടുള്ള ലൈംഗിക ആരോപണങ്ങളും പരാതികളും വാർത്തകളും അവസാനം എപ്രകാരം ആണ് ചെന്ന് ഒടുങ്ങിയത്, അവസാനിച്ചത് എന്ന് പരിശോധിക്കുമ്പോൾ രാഹുലിന്റെ ആത്മവിശ്വാസത്തിൽ കാരണമുണ്ട്, അടിസ്ഥാനമുണ്ട്. അതുകൊണ്ടാണ് ഹൂ കെയേഴ്സ് എന്നുള്ള ഒരു നിലപാട് അദ്ദേഹം സ്വീകരിക്കാൻ ധൈര്യപ്പെടുന്നത്. അദ്ദേഹം തന്നെ പലപ്പോഴും പറയുന്നുണ്ട്, ഇതുപോലെ എന്തെല്ലാം ആരോപണങ്ങൾ വന്നിരിക്കുന്നുണ്ട്, എന്നിട്ട് ഇപ്പൊ എന്തായി എന്ന് ചോദിക്കുന്നുണ്ട്. ഇവിടെ എനിക്ക് തോന്നുന്നത് ഈ പ്രബുദ്ധ മലയാളിയുടെ പ്രബുദ്ധതയെ കുറിച്ചാണ്. പ്രബുദ്ധ മലയാളി എന്ന് പറയുന്ന പൂച്ചയുടെ മുന്നിൽ രാഹുൽ മാങ്കൂട്ടം എന്ന് പറയുന്ന പല്ലി മുറിച്ചിട്ട ഒരു വാൽ മാത്രമാണ് ഇപ്പോൾ അദ്ദേഹം നടത്തിയിരിക്കുന്ന രാജി. ഇനിയിപ്പോൾ ആ രാജിയുടെ പിന്നാലെ ആൾക്കാരങ്ങ് പൊയ്ക്കോളും. കുറച്ച് ദിവസം കഴിയുമ്പോൾ കോലാഹലങ്ങൾ കെട്ടടങ്ങും. മാധ്യമങ്ങൾക്ക് അടുത്ത വിഷയം കിട്ടുമ്പോൾ രാഹുലിനെ മറക്കും, പിന്നെ എല്ലാം വഴിപോലെ നടക്കും. ഇത് കേരളം പഠിപ്പിച്ചിട്ടുണ്ട്. ഏത് കാലഘട്ടം മുതൽ? PT ചാക്കോയുടെ കാലഘട്ടം മുതൽ PK കുഞ്ഞാലിക്കുട്ടിയുടെ കാലഘട്ടം വരെ സംഭവബഹുലമായ എന്തെല്ലാം ആരോപണങ്ങൾ, ആരെല്ലാം അതിൽ ഉൾപ്പെട്ടു, എത്രയെല്ലാം തെളിവുകൾ രംഗത്ത് വന്നു, ആരെല്ലാം വന്ന് സാക്ഷി പറഞ്ഞു, മൊഴി പറഞ്ഞു. അവസാനം എന്തായി എന്നൊരു ചോദ്യമുണ്ട്. അവിടെയാണ് ഹൂ കെയേഴ്സ് എന്നുള്ള അപകടകരമായിട്ടുള്ള കമന്റ്. അതായത് ഇതൊക്കെ സ്വാഭാവികമല്ലേ, ഇതൊക്കെ ഒരു നാട്ടു നടപ്പല്ലേ, പിന്നെ എന്തിനാണ് ഇത്ര പരാതി എന്നുള്ള ആ ഒരു നിസ്സാര ഭാവമുണ്ടല്ലോ, ഒരു പുച്ഛഭാവം, അത് കേരളം ഒരുക്കി കൊടുത്തിട്ടുള്ള ഒരു സുരക്ഷിത വലയമാണ്. അല്ലെങ്കിൽ ഈ കേസ്, ഈ പരാതി പുതിയതല്ലല്ലോ. അതായത് പ്രിയങ്ക ഗാന്ധിക്ക് മുമ്പാകെ, ദീപാദാസ് മുൻഷിക്ക് മുമ്പാകെ, കേന്ദ്ര നേതൃത്വത്തിന് മുമ്പാകെ 5-ലധികം പരാതികൾ എത്തിയിട്ടുണ്ട് എന്നുള്ളത് ഇപ്പോൾ പുറത്തു വന്നു കഴിഞ്ഞു. അപ്പോൾ ഇതൊക്കെ ഏത് കാലഘട്ടത്തിൽ നടന്നതാണ്? കഴിഞ്ഞ ഒരു വർഷക്കാലത്തിനിടയിൽ നടന്ന സംഭവങ്ങളാണ്. പക്ഷെ ആരും ഒരു നടപടിയും എടുത്തില്ല. അതേ വ്യക്തിയെ തന്നെ നിയമസഭയിൽ മത്സരിപ്പിച്ചു, വൻ ഭൂരിപക്ഷത്തിൽ MLA ആക്കി. ആ വ്യക്തിയുടെ പേരിൽ ഉണ്ടായിരുന്ന എല്ലാ ആരോപണങ്ങളെയും ഇതേ നേതാക്കന്മാര്, പ്രതിപക്ഷ നേതാവാണെങ്കിലും പ്രിയങ്ക ഗാന്ധി ആണെങ്കിലും കേന്ദ്ര നേതൃത്വമാണെങ്കിലും അവരെല്ലാം ചേർന്ന് മൂടിവെച്ചു. ഇപ്പോൾ ഇത് പുറത്തു വന്നപ്പോഴല്ലേ പാർട്ടി സ്ഥാനം എന്ന പല്ലിവാൽ മുറിച്ചിട്ടിട്ട് മലയാളിയെ നാണം കെടുത്താൻ ശ്രമിക്കുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ഈ സംവിധാനം മുന്നോട്ട് പോയാൽ ഇത് രാജ്യത്തിന് അപകടകരമാണ്, സംസ്ഥാനത്തിന് അപകടകരമാണ്. എന്തുകൊണ്ടെന്നാൽ MLA ആണ്, അതുപോലെ ഭരണത്തിലേക്ക് വരാൻ കഴിവുള്ള, പണ്ട് ഭരണത്തിൽ ഉണ്ടായിരുന്ന ഒരു പാർട്ടി എന്നുള്ള നിലയിൽ അവരെ സംബന്ധിച്ച് അധികാരമുണ്ട്. ആരും അവരുടെ നേരെ വിരൽ ചൂണ്ടാൻ പോകുന്നില്ല. പിന്നെ കോലാഹലങ്ങൾ, മാധ്യമ ചർച്ചകൾ, ഇതൊക്കെ 2 ദിവസമോ 4 ദിവസമോ കഴിഞ്ഞാൽ അസ്തമിച്ചോളും. അതുവരെ പിടിച്ചു നിൽക്കാനുള്ള തൊലിക്കെട്ടിയൊക്കെ കോൺഗ്രസ്സുകാർക്ക് നന്നായിട്ടുണ്ട്. അതാണ് ഈ ധൈര്യത്തിന്റെ പിന്നിൽ. പക്ഷെ ഇവിടെ യുവതികൾ ഉയർത്തിക്കൊണ്ടുവരുന്ന കാര്യങ്ങളുണ്ട്, അവർ പറയുന്ന തെളിവുകളുണ്ട്, അവരുടെ ശബ്ദ സന്ദേശങ്ങൾ മാത്രമല്ല, അവരുടെ ചാറ്റിന്റെ ഒക്കെ കൃത്യമായിട്ടുള്ള റെക്കോർഡുകളുണ്ട്. അപ്പോൾ വേണമെങ്കിൽ കൃത്യമായി എവിഡൻസോട് കൂടി ഇത് തെളിയിക്കപ്പെടാവുന്ന ഒരു കുറ്റമാണ്. എന്നാൽ രാഹുൽ ഇപ്പോഴും ആത്മവിശ്വാസത്തോടെ പറയുന്നത് പോലെ പരാതിയുണ്ടോ? ഈ പരാതി പോലീസ് വരെ പോയാൽ പോരാ, പോലീസിന്റെ അപ്പുറം കോടതിയിലേക്ക് പോയി ഇതൊരു കേസ് എന്നുള്ള നിലയിൽ അത് ചലഞ്ച് ചെയ്യാൻ, ശരിക്കും വിചാരണ ചെയ്യാൻ ഉള്ള ഘട്ടത്തിലേക്ക് കൊണ്ടുപോകാൻ കഴിയുന്ന പരാതിക്കാരുണ്ടോ എന്ന രാഹുൽ മാങ്കൂട്ടത്തിന്റെ ചോദ്യം വളരെ വളരെ പ്രസക്തമാണ്. അവിടം വരെ ഇത് കൊണ്ടുപോകാൻ കഴിയുമോ എന്നുള്ളതാണ്. അതിനു മുമ്പ് ഇതെങ്ങനെ കുഴിച്ചു മൂടണമെന്ന് ഈ പറയുന്ന കോൺഗ്രസ് നേതൃത്വത്തിന് വളരെ ഭംഗിയായിട്ട് അറിയാം. അതുകൊണ്ട് മാധ്യമങ്ങളും ജനങ്ങളും എന്തെല്ലാം പ്രതികരണം ഉണ്ടാക്കിയാലും അതിനെയൊക്കെ അതിജീവിക്കാനും അതിനുശേഷം അഗ്നിശുദ്ധി വരുത്തി എന്ന് പറഞ്ഞ്
മറ്റു പലരും വീണ്ടും MLA-യും മന്ത്രിയും ആയതുപോലെ വീണ്ടും MLA-യും മന്ത്രിയും ആകാനൊക്കെ കഴിയുമെന്നുള്ള ആ ഒരു ആത്മവിശ്വാസം ആര് കൊടുക്കുന്ന ആത്മവിശ്വാസമാണ്? കേരളം ചർച്ച ചെയ്യേണ്ടത് അത് തന്നെയാണെന്നാണ് എന്റെ വിശ്വാസം. കാരണം ഇങ്ങനെയുള്ളവരെ കൊണ്ട് ഇപ്പോഴും ധിക്കാരപൂർവ്വം സംസാരിപ്പിക്കാൻ നോക്കൂ. രാഹുൽ മാങ്കൂട്ടം ഇന്ന് മാധ്യമങ്ങളോട് സംസാരിക്കുന്നത്, ജനങ്ങളോട് സംസാരിക്കുന്നത് എത്രമാത്രം ധിക്കാരത്തോടു കൂടിയാണ്, എത്ര അഹങ്കാരത്തോടു കൂടിയാണ്. അതിനെയൊക്കെ ആത്മവിശ്വാസം എന്നല്ല വിളിക്കേണ്ടത്. അതായത് അധികാരം തലയ്ക്ക് പിടിച്ചു കഴിഞ്ഞാൽ പിന്നെ എന്തുമാകാമെന്നും അതിന് ഭരണകൂടം ഓശാരം പാടി പുറകെ നിൽക്കുമെന്നും അന്വേഷണ ഏജൻസികൾ മുട്ടുമടക്കുമെന്നും ഇവിടെ അവരുടെയൊക്കെ തലപ്പൊക്കത്തിന് മുകളിൽ തലയുയർത്തി നിൽക്കാൻ കഴിയുന്ന ഒരു അന്തരീക്ഷം സൃഷ്ടിച്ചു വെച്ചിട്ടുണ്ട് എന്നും വളരെ വ്യക്തമായിട്ട് അറിയാം. കാരണം ഇന്ന് ഇടതുപക്ഷം ഭരിക്കുന്ന കേരളത്തിലാണ് ഈ സംഭവം ഉണ്ടായത്. ഇടതുപക്ഷത്തിനെയോ ഭരണകൂടത്തെയോ അവരുടെ ഭരണത്തെയോ പോലീസ് സംവിധാനങ്ങളെയോ അന്വേഷണത്തെയോ തരിമ്പ് കൂസലില്ലാതെയല്ലേ രാഹുൽ സംസാരിക്കുന്നത്. കാരണം അത്രയേ ഉള്ളൂ ഇടതുപക്ഷമെന്ന് അവർക്ക് പറയാം. എന്നാൽ പാപം ചെയ്യാത്തവർ കല്ലെറിയട്ടെ എന്ന് പറഞ്ഞതുപോലെ ഇടതുപക്ഷത്തിന്റെ നേരെ നോക്കി ഇതൊക്കെ ചോദിക്കാൻ രാഹുലിനും കോൺഗ്രസിനും സാധിക്കുന്നു. കാരണം ഇരു കൂട്ടരും ഒരേപോലെ തന്നെ തെറ്റുകാരാണ്. അപ്പോൾ ഇടതുപക്ഷ ഭരണത്തിന്റെ കീഴിൽ ഒന്നും ചെയ്യാൻ പോകുന്നില്ല. രാഹുലിനെ സംരക്ഷിച്ചു നിർത്തേണ്ടത് ഇടതുപക്ഷത്തിന്റെയും ആവശ്യമാണ്, വലതുപക്ഷത്തിന്റെയും ആവശ്യമാണ്. ആ കാര്യത്തിൽ ഇവർ ഇന്ത്യ മുന്നണി തന്നെയാണ്. ആ ഇന്ത്യ മുന്നണി ഈ കേസിനെ തേച്ചു മായ്ച്ചു കളഞ്ഞ് മലയാളിയെ വീണ്ടും വീണ്ടും ആക്ഷേപിച്ച് അവരുടെ പ്രബുദ്ധതയെ വീണ്ടും ചോദ്യം ചെയ്ത് അടുത്ത ഇലക്ഷനിൽ മത്സരിച്ച് മന്ത്രിയോ മുഖ്യമന്ത്രിയോ ആക്കിയാൽ പോലും അത്ഭുതപ്പെടാനില്ല. അത്രയേ ഉള്ളൂ മലയാളി എന്നുള്ള പുച്ഛമാണ് ഇന്ന് നമ്മൾ കേരള സമൂഹം ഏറ്റുവാങ്ങിക്കൊണ്ടിരിക്കുന്നത്. യെസ്, വളരെ വ്യക്തമായിട്ട് തന്നെ അഡ്വക്കേറ്റ് ജയസൂര്യൻ താങ്കൾ ഈ വിഷയം അവതരിപ്പിച്ചു. അതുകൊണ്ട് തന്നെയാണ് രാഹുലിന് ആത്മവിശ്വാസം. കാരണം പരാതിക്കാരി പോലീസിനെയോ കോടതിയെയോ സമീപിക്കില്ല എന്ന് അയാൾക്ക് നന്നായിട്ട് അറിയാം.